Hi, hello everyone. Welcome to our video class section. Here we are discussing the chapter Human Health and Disease. Okay. So listen here. This is the structure of antibody. Okay, ഈ ആന്റിബോഡി സ്ട്രക്ചർ നമ്മുടെ ഏത് ആൽഫബറ്റ് പോലെ തോന്നണേ വൈ എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ് പോലെ തോന്നുന്നത് അല്ലേ. അപ്പോൾ ഇതിന് 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആണ് കേട്ടോ. ഇതിങ്ങനെ 4 പോളിപെപ്റ്റൈഡ് ആയിട്ടുള്ള ചെയിൻസ് ആണ്. അപ്പോൾ അതിലെ ഈ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ലെങ്ത്തുള്ള പോളിപെപ്റ്റൈഡ് ചെയിൻസ് അതിനെ പറയുന്ന പേരാണ് എന്ത്, ഹെവി ചെയിൻ എന്നും. ഈ സ്മോൾ വൺ ഇല്ലേ, ഈ സ്മോൾ വൺ അതിനെ പറഞ്ഞ പേരാണ് എന്താ, ലൈറ്റ് ചെയിനും. ഇവിടെ എഴുതിയുണ്ട് എച്ച് എഴുതിയുണ്ട് അല്ലേ, ഇത് ഹെവി ചെയിനും ഇവിടെ എൽ എന്ന് പറയുന്നത് എന്താണ്, അത് ലൈറ്റ് ചെയിൻ. അപ്പോൾ 2 ഹെവി ചെയിനും 2 എന്തുണ്ട്, ലൈറ്റ് ചെയിനും. അങ്ങനെ 4 എന്തുണ്ട്, 4 പോളിപെപ്റ്റൈഡ് ചെയിൻ കൂടി ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ ആന്റിബോഡിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, അതിന് ആന്റിജനെ റിസീവ് ചെയ്യാനുള്ള സ്ട്രക്ചർ ഉണ്ട് അല്ലെ. ആന്റിജനെ റിസീവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആന്റിജൻ ബൈൻഡിങ് ആയിട്ടുള്ള സൈറ്റുകൾ ഇതിന് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ 2 ചെയിനെയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, സൾഫർ ബോണ്ട് ഇല്ലേ, സൾഫൈഡ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ 2 ഹെവി ചെയിനെയും അതുപോലെ തന്നെ ലൈറ്റ് ചെയിനെയും. അതായത് ഇതിന്റെ ഇടയിലുള്ള ഇവിടെ ഇടയിലുള്ള ഈ ഗ്യാപ്പ് ഇല്ലേ, അല്ലെങ്കിൽ ഈ പോർഷൻ എന്ന് പറയുന്നത്, അതായത് ഈ ഹെവി ചെയിനും ലൈറ്റ് ചെയിനും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് എന്ത് ഉപയോഗിച്ചാണ്, സൾഫർ ചെയിൻസ് ഉപയോഗിച്ചിട്ടാണ് അതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. സൾഫൈഡ് ചെയിൻസ്, ഓക്കെ, അല്ലെങ്കിൽ ഡൈസൾഫൈഡ് ബോണ്ട് ഉപയോഗിച്ചാണ് അതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹ്യൂമറൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി പറഞ്ഞു. ഹ്യൂമറൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അധികം നമ്മൾ എന്ത് പറഞ്ഞു, ബി ലിംഫോസൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിയാണ് എന്ത് പറയുന്നത്, ഈ ഹ്യൂമറൽ മീഡിയേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പറഞ്ഞു. ഓക്കെ, അടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. സെൽ മീഡിയേറ്റ് അവിടെ ഹ്യൂമറലിൽ ബി ലിംഫോസൈറ്റ് ആണെങ്കിൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് ടി ലിംഫോസൈറ്റ്. അപ്പോൾ ഈ ടി ലിംഫോസൈറ്റിന്റെ ആക്ടിവേഷൻ അനുസരിച്ച് 3 തരത്തിലുള്ള എന്തുണ്ട്, ടി ലിംഫോസൈറ്റ്സുകൾ ഉണ്ട്. ഒന്ന് എന്താ, സൈറ്റോടോക്സിക് ടി സെൽസ്. അത് ഫസ്റ്റ് വൺ ആണ് സൈറ്റോടോക്സിക് ടി സെൽസ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്റിജനെ ഡയറക്റ്റ് ആയിട്ട് ഡിസ്ട്രക്ട് ചെയ്യുക, നേരെ പോയി എന്ത് ചെയ്യുക, ആ ഓർഗൻസിനെ കില്ല് ചെയ്ത് കളയുക. അതാണ് സൈറ്റോടോക്സിക് ടി സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ ടി ലിംഫോസൈറ്റ്സിന്റെ 3 ഡിവിഷൻസ് ആണ് സൈറ്റോടോക്സിക് ടി സെൽസ്, ഹെൽപ്പർ ടി സെൽസും സപ്രസർ ടി സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ സൈറ്റോടോക്സിക് ടി സെൽസ് എന്ന് പറയുന്നത് എന്താ, ഡിസ്ട്രക്ഷൻ ഓഫ് ദ ആന്റിജൻ എങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് തന്നെ അറ്റാക്ക് ചെയ്യുക, അതാണ് എന്ത് പറയുന്നത്, സൈറ്റോടോക്സിക് ടി സെൽസ് എന്ന് പറയുന്നത്. ഇനി ഹെൽപ്പർ ടി സെൽസ്, ഹെൽപ്പർ വാക്ക് തന്നെ ഉണ്ട്, എന്ത് ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യുക, സ്റ്റിമുലേറ്റ് ദ ബി സെൽസ് ടു പ്രൊഡ്യൂസ് മോർ ആന്റിബോഡി. ബി സെല്ലുകളെ പോയിട്ട് എന്ത് ചെയ്യും, സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. എന്തിനാ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കണേ, ഒരുപാട് ആന്റിബോഡീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബി സെൽസിനെ പോയിട്ട് എന്ത് ചെയ്യുക, സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കാം. അടുത്ത എന്താ, സപ്രസർ ടി സെൽസ്. അതായത് നമ്മളുടെ സപ്രസ് ചെയ്ത് വെക്കുക എന്നാണ് അർത്ഥം. അതായത് നമ്മുടെ എൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ, അതായത് പ്രതികരിക്കാതെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എന്ത് ചെയ്യുക, സപ്രസ് ചെയ്ത് നിർത്തുക, അതായത് വർക്ക് ചെയ്യാതെ ഇരുത്തുക. അതാണ് എന്താ പറയുന്നത്, സപ്രസർ ടി സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ, ടി ലിംഫോസൈറ്റ്സ് ആണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ CMI എന്ന് പറയാം. അവിടെ 3 തരത്തിലുള്ള ലിംഫോസൈറ്റ്സിന്റെ ആക്ഷൻ നടക്കുന്നുണ്ട്. ഒന്ന് സൈറ്റോടോക്സിക് ടി സെൽസ്, ഡയറക്റ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ ആന്റിജൻ. ഹെൽപ്പർ ടി സെൽസ് ആണ് എന്താ, സ്റ്റിമുലേറ്റ് ദ ബി സെൽസ് ടു പ്രൊഡ്യൂസ് മോർ ആന്റിബോഡി. സപ്രസർ ടി സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അതായത് സപ്രസസ് ദ എൻറ്റയർ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞു. അപ്പൊ ആന്റിജൻ എന്ന് പറഞ്ഞാൽ എന്താ, ആന്റിജൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫോറിൻ സബ്സ്റ്റൻസ് ആണ്. ആ ഫോറിൻ സബ്സ്റ്റൻസിന്റെ മേലെ നമ്മളുടെ ഈ ആന്റിബോഡി എന്ന് പറഞ്ഞ പ്രോട്ടീൻ കൂടി ചേരുമ്പോൾ അവിടെ എന്ത് നടക്കും, ക്ലംസിങ് നടക്കും അല്ലെ, അല്ലെങ്കിൽ ആ പ്രോസസ്സ് പറഞ്ഞാൽ അഗ്ലൂട്ടിനേഷൻ, അതായത് അവിടെ കട്ട പിടിക്കുക. അപ്പോൾ ആ ആന്റിജന്റെ വർക്കിംഗ് ചെയ്യില്ല, അവിടെ നടക്കില്ല. അതാണ് എന്ത് നടക്കുന്നത്, ഈ ഇമ്മ്യൂൺ ആക്ഷൻ നടക്കുന്നത്. അതായത് ആന്റിജനും ആന്റിബോഡിയും കൂടി ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കുന്നു, അഗ്ലൂട്ടിനേഷൻ. അപ്പോൾ അവിടെ തന്നെ പ്രോസസ്സ് അവിടെ ആന്റിജന് എന്താ പറയുക, വർക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. പിന്നെ നമ്മൾ പറഞ്ഞു മെമ്മറി സെൽസുകൾ, അതായത് നമ്മളെ ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ കുറെ മെമ്മറി സെൽസുകൾ സ്റ്റോർ ചെയ്ത് വയ്ക്കും. അപ്പോൾ ഫർദർ അറ്റാക്കിൽ നിന്ന് നമ്മുടെ ബോഡി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞു. അടുത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാഫ്റ്റ് റിജക്ഷൻ. നമുക്കറിയാം ഒരേ ബ്ലഡ് ഗ്രൂപ്പുള്ള ആളുകൾക്ക് തമ്മിലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്താൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന വയ്ക്കാം. അപ്പോൾ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ആണ് ഇവിടെ ഗ്രാഫ്റ്റ് റിജക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരേ ബ്ലഡ് ഗ്രൂപ്പുള്ള ആളുകൾക്ക് പോയിട്ട് ഒരിക്കലും ഇപ്പൊ എ ബ്ലഡ് ഗ്രൂപ്പുള്ള ആൾക്ക് എല്ലാ ഓർഗൻസും ഇപ്പൊ എ ബ്ലഡ് ഗ്രൂപ്പുള്ള ആൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ, അവിടെ ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ അവിടെ ഇമ്മ്യൂണോളജി അതല്ലെങ്കിൽ ആ ഒരു പോർഷനും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇപ്പൊ ഗ്രാഫ്റ്റ് നമ്മൾ വെച്ചു കൊടുക്കുന്ന ഓർഗൻ ചിലപ്പോൾ അയാളുടെ അയാളുടെ ആ ബോഡി ആയിട്ട് പ്രതികരിക്കുന്നില്ല അല്ലല്ലോ. അപ്പൊ ആ ഇമ്മ്യൂൺ റെസ്പോൺസും എന്ന് പറയുന്നത് സെൽ മീഡിയേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ആണ്. അതും കൂടി നോക്കിയിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഗ്രാഫ്റ്റ് അതല്ലെങ്കിൽ ഒരു ഓർഗനെ മറ്റൊരാളുടെ ബോഡിയിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് വരുന്നത് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാഫ്റ്റ് റിജക്ഷൻ സമയത്താണ്. ഗ്രാഫ്റ്റ് റിജക്ഷൻ
അതായത് നമ്മൾ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ് ഒരു പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവിടെ അയാളുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനോട് റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, അതിന് റിജക്ട് ചെയ്യുന്നതാണ് എന്ത് ക്രാഫ്റ്റ് റിജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പിന്റെ പൊസിഷൻ നോക്കിയിട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരാൾക്ക് ഒരു ഓർഗൻ ഡൊണേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പോർഷൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനോ ഒന്നും പോസിബിൾ അല്ല. ക്ലിയർ? അപ്പൊ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ പറഞ്ഞു, ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി പറഞ്ഞു, അതുപോലെ തന്നെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു എന്ത്, ഇത് രണ്ടും എന്തായിരുന്നു, ഹ്യൂമറലും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഹ്യൂമറലും അതുപോലെ തന്നെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു ഇല്ലേ. ഇത് രണ്ടും എന്തായിരുന്നു, അക്വേർഡ് ഇമ്മ്യൂണിറ്റിയിൽ പെട്ട ആൾക്കാരായിരുന്നു അല്ലെ. അത് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഈ ഹ്യൂമറലും സെൽ മീഡിയേറ്റഡിൽ തന്നെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം അവരുടെ ആ ഇന്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ പാസീവ് ഇമ്മ്യൂണിറ്റിയും. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ പാസീവ്. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഞാൻ പറഞ്ഞു നമ്മുടെ അമ്മയുടെ പാലിൽ നിന്ന് കിട്ടുക അല്ലെങ്കിൽ പ്ലാസന്റെ വഴി കടന്നു പോകുന്നൊക്കെ പറഞ്ഞു. അതൊക്കെ എന്താണ്, നാച്ചുറൽ അല്ലേ. അമ്മയിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞതൊക്കെ എന്താണ്, നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അത് എങ്ങനത്തെ ഇമ്മ്യൂണിറ്റി ആയിരിക്കും, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ആയിരിക്കും. ക്ലിയർ ഇട്ടേഴ്സ്? ഇപ്പോൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, പാസീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രൂ ഡയറക്റ്റ് ആയിട്ട് കിട്ടുക, അതാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി പിന്നെ ഞാൻ പറഞ്ഞു നമ്മളുടെ ഇപ്പം നമ്മൾ എന്താ പറയുക ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി പറഞ്ഞാൽ നമുക്കറിയാം, ജനിച്ചു കഴിഞ്ഞാൽ 2ാം ദിവസം നമുക്കൊരു വാക്സിൻ എടുക്കും. BCG എന്ന് പറഞ്ഞ വാക്സിൻ നമ്മുടെ ഇടത്തെ കയ്യിലെ ഇവിടെ നമ്മൾ ഷോൾഡർ പോർഷൻ്റെ അവിടെയായിട്ട് നമുക്ക് എന്തെടുക്കും, നമ്മളൊരു വാക്സിൻ എടുക്കും ഇല്ലേ, BCG. അതായത് ട്യൂബർക്കുലോസിന് അഗേൻസ്റ്റ് ആയിട്ട് എടുക്കുന്ന വാക്സിനാണ് BCG എന്ന് പറയുന്നത്. അതെന്താ, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണ്. നാളെ ആ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിവെൻഷൻ എന്ന് പറയുന്നത് വാക്സിനേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ഇട്ടേഴ്സ്? അപ്പോൾ അതാണ് എന്താണ്, അത് ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, അണ്ടർസ്റ്റുഡ് ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്താ, ഇനി പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്, നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ നമ്മൾക്ക് ജനിക്കുമ്പോൾ തന്നെ നമുക്ക് അമ്മ തരുന്ന ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ കുറച്ച് പെടുന്നു പറഞ്ഞു ചിലതൊക്കെ. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ തൈമസ് ഗ്ലാൻഡ് പ്രവർത്തിച്ച് നമുക്ക് കുറച്ച് ഇമ്മ്യൂണിറ്റി തരുന്നുണ്ട്, അതൊക്കെ എവിടെ പെടുന്നതാണ്, നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ പെടുന്നതാണ്. പിന്നെ നമ്മൾ എത്ര സക്ക് ചെയ്ത് ആ കൊളസ്ട്രോളിന് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്, പാസീവ്, നമ്മൾ വലിച്ചെടുക്കുന്ന ഇമ്മ്യൂണിറ്റി ആണ് അല്ലേ. അതെന്ന് പറയുന്നത് എന്താണ്, ന്യൂ ബോൺ ബേബീസിനൊക്കെ ആന്റിബോഡി കിട്ടുന്നത് അതൊക്കെ എന്താണ്, ഈ നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി ആണ്. ഇനി ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഒരു എന്താ പറയുക, നമ്മള് പാമ്പ് കടിച്ചു നോക്കുക ഇല്ലേ, അപ്പൊ പാമ്പ് കടിച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനനുസരിച്ചുള്ള ഒരു ആന്റിവെനം എടുക്കും. അതെന്താണ്, ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി ആണ്. ഒരു പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെടുക്കണം, ഒരു ഇമ്മ്യൂണിറ്റി എടുക്കണം, അല്ലെങ്കിൽ ഒരു ആന്റിവെനം എടുക്കില്ലേ, അത് പറഞ്ഞാൽ എന്താ, ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പോൾ അതിന്റെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് തരത്തിൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റി രണ്ടായി തരംതിരിക്കാം, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്നും അതുപോലെ തന്നെ എന്ത് ഇമ്മ്യൂണിറ്റി തരംതിരിക്കാം, പാസീവ് ഇമ്മ്യൂണിറ്റി എന്നും തരംതിരിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വാക്സിൻ നമ്മൾ പറഞ്ഞു എന്ത്, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ ഒരു പോർഷൻ എന്ന് പറഞ്ഞു എന്ത്, വാക്സിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വാക്സിനേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ പാത്തോജൻ തന്നെയാണ്. ഇപ്പൊ BCG എന്ന് പറഞ്ഞ വാക്സിൻ അല്ലേ, അതിലെന്താ BCGക്ക് അതായത് ട്യൂബർകുലോസിന് കാരണമാകുന്ന ആ പാത്തോജന്റെ ഏത് ഫോമിലെ, അതിന്റെ നോൺ ടോക്സിക് ആയിട്ടുള്ള അതിനെ റിയാക്ട് ചെയ്യാത്ത ഫോമിൽ നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ അതിന് നമ്മുടെ ബോഡി എന്ത് ചെയ്യും, അത് നമ്മുടെ ബോഡിക്ക് ആദ്യം കിട്ടുമ്പോൾ എന്തായാലും ഒരു ആന്റിജൻ ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ബോഡി എന്ത് ചെയ്യും, അതിന് അഗേൻസ്റ്റ് ആയിട്ട് കുറച്ച് ആന്റിബോഡികൾ നമ്മുടെ ബോഡി പ്രിപ്പയർ ചെയ്ത് വെക്കും. അതാണ് എന്ത് പറയുന്നത്, വാക്സിനേഷൻ അഥവാ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താ വാക്സിനേഷൻ അതല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത് എന്താ, അതായത് ഇനാക്ടിവേറ്റഡ് അതല്ലെങ്കിൽ വീക്കൻഡ് ആയിട്ടുള്ള പാത്തോജനെ നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുക. അങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് അത് എന്താണ്, ആന്റിജൻ ആണ്. അപ്പൊ നമ്മുടെ ബോഡി എന്ത് ചെയ്യും, അതിന് അഗേൻസ്റ്റ് ആയിട്ട് ആന്റിബോഡി ഉണ്ടാക്കി വെക്കും. അപ്പൊ അതൊരു എന്താണ്, മെമ്മറി സെൽസ് ആണ് അല്ലെ. ആ മെമ്മറി സെൽസ് ഫർദർ അറ്റാക്കിനൊക്കെ എന്ത് ചെയ്യും, പ്രിവെന്റ് ചെയ്യും. അതാണ് എന്ത് പറയുന്നത്, വാക്സിനേഷൻ എന്ന് പറയുന്നത്. ഇനി അലർജി എന്ന് പറയുന്നത് ചിലവരുടെ ബോഡി ഹൈപ്പർ റിയാക്റ്റീവ് ആയിരിക്കും. അതായത് നമ്മൾ പറഞ്ഞു IgE ആണ് എന്ത്, ഈ അലർജി കണ്ടീഷൻ പറയുന്നത്. അപ്പൊ ഒരുപാട് ഇങ്ങനെ ആന്റിബോഡീസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ IgE അതായത് ഹൈപ്പർ സെൻസിറ്റീവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻ എന്ന് പറയുന്നത് അലർജി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂണിറ്റി. അതായത് നമ്മളുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. അപ്പൊ നമ്മളുടെ ബോഡി ഇമ്മ്യൂൺ സിസ്റ്റം എന്തിനാണ്, ഫോറിൻ മെറ്റീരിയലിനെ അറ്റാക്ക് ചെയ്യുക. അതിനാണ് എന്ത്, ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി കേസിൽ എന്തുണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക്
ഫോറിൻ മെറ്റീരിയൽ ഏതാണോ അവൺ മെറ്റീരിയൽ ഏതാണെന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളെ ബോഡി എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിലെ മെറ്റീരിയൽ തന്നെ എന്ത് ചെയ്യുക, ഡെസ്ട്രോയ് ചെയ്യുക, അതല്ലെങ്കിൽ ഡാമേജ് ചെയ്യുക. ഇറ്റ് വർക്ക്സ് അഗെയിൻസ്റ്റ് ഔൺ ടിഷ്യൂ. ഓക്കെ, ഇറ്റ് വർക്ക്സ് അഗെയിൻസ്റ്റ് ഔൺ ടിഷ്യൂ ആൻഡ് ദെർബൈ ഡെസ്ട്രോയ് ഓർ ഡാമേജ് അവർ ഇമ്മ്യൂൺ റെസ്പോൺസ്. അതാണ് എന്ത് പറയുന്നത്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്, നിങ്ങൾ വാദം എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ, റുമാറ്റിക് ആർത്രൈറ്റിസ്, അതൊരു എക്സാമ്പിളാണ്. പിന്നെ വേറൊരു എക്സാമ്പിളാണ് മയാസ്താനിയ ഗ്രേവിസ്, അത് കേട്ടിട്ടുണ്ടായിരിക്കില്ല. നമുക്ക് അറിയാവുന്ന ഒരു എക്സാമ്പിൾ എന്താ, റുമാറ്റോയ്ഡ് ഫീവർ ആണ്, അല്ലെങ്കിൽ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്, അത് നമുക്കറിയാം, വാദം എന്ന് പറയുന്നത് അതൊരു ഇമ്മ്യൂൺ ഡിസീസ് ആണ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ് എന്ത്, മയാസ്തേനിയ ഗ്രാവിസ്. ഏതായിരുന്നു പേര്, മയാസ്തേനിയ ഗ്രാവിസ്, മയാസ്തേനിയ ഗ്രാവിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ വി ആർ ഡിസ്കസിങ്, നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് കുറച്ച് ഡിസീസുകളുടെ കണ്ടീഷനുകളാണ് കേട്ടോ. ഈ നമുക്കറിയാം എയ്ഡ്സ് എന്ന് പറയുന്നത് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബാധിക്കുന്ന കുറച്ച് അസുഖം നമ്മളോട് പറയാൻ പോകുന്നത്. അപ്പൊ എയ്ഡ്സ് എന്താ, അക്വയർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം, നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ മൊത്തമായിട്ട് ബാധിക്കുക അല്ലെ. ഇമ്മ്യൂണിറ്റി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്തായിരിക്കും, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസസിന് എപ്പോഴും നമ്മുടെ ബോഡി എന്തായിരിക്കും, അറ്റാക്ക് ആയിരിക്കും. അപ്പോൾ എന്താ പറയുക, എയ്ഡ്സ് എന്ന് പറയുന്നത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ്, നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡും വാട്ടറും ഒക്കെ ആണോ, അല്ല, എങ്ങനെയാണ്, അതായത് ഇൻഫെക്റ്റഡ് മദറിന്ന് ഫീറ്റസിലേക്ക് വരാം, പിന്നെ എങ്ങനെയാ സേഫ് അല്ലാത്ത സെക്ഷൽ കോണ്ടാക്റ്റോട് വരാം, പിന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ എയ്ഡ്സ് പേഷ്യന്റിന്റെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിൽ അതിന് ചാൻസ് ഉണ്ട്. പിന്നെ എങ്ങനെ വരാം, ഒരു ന്യൂ ബോൺ ബേബിക്ക് ആണെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ വരാം. പിന്നെ അതായത് കണ്ടാമിനേറ്റഡ് ബ്ലഡിലെ അംശമുണ്ടെങ്കിൽ ആ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുമ്പോഴും എന്ത് വരാം, എയ്ഡ്സ് വരാം. അപ്പോൾ ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരു സംഘടനയാണ് എന്ത്, നാഷണൽ എയ്ഡ്സ്, അവിടെ അതിന് കൊടുത്തിട്ടുണ്ട്, അവിടെ പ്രിവെൻഷൻ ഓഫ് എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. അതൊക്കെ പറയുന്നത് എന്താണ്, കുറച്ച് സംഘടനകളാണ്. ആ സംഘടനകൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫംഗ്ഷൻ എന്തായിരിക്കും, ഇപ്പൊ നമ്മൾ ഓരോ ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതെന്ന് പറയുന്നത് NACO എന്ന് പറയുന്നത് എന്താ, നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ ആണ്, നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എയ്ഡ്സിന്റെ ആ രോഗികളുണ്ടെങ്കിൽ അവരെ അത് പ്രിവെന്റ്, അത് അവരിൽ നിന്ന് മറ്റുള്ളവർക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുക എങ്കിൽ അതിനൊക്കെയുള്ള എന്താണ് നടപടി വെച്ചാൽ അത് എടുക്കുക, അതാണ് അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് 1981 കേട്ടോ. USA ആദ്യമായിട്ട് എന്ത് ചെയ്ത് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത്. ഇനി എയ്ഡ്സ് പരത്തുന്ന ആ രോഗാണു അല്ലെങ്കിൽ പാത്തോജൻ ഏതാ, HIV വൈറസ്, ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. HIV എന്ന് പറയുന്നത് എന്ത് വൈറസ് ആണ്, ഒരു RNA വൈറസ്. RNA വൈറസ് എന്ന് എന്താണ്, ഒരു റിട്രോ വൈറസ് ആണ് RNA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എയ്ഡ്സ് ഇസ് കോസ്ഡ് ബൈ ദ വൈറസ് HIV വൈറസ്. അപ്പൊ ഈ HIV അതല്ലെങ്കിൽ ആ HIV വൈറസ് അതല്ലെങ്കിൽ എയ്ഡ്സ് ടെസ്റ്റ് അല്ലെ, അപ്പൊ അത് ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് എന്ന് പറയുന്നതാണ് ELISA എന്ന് പറയുന്നത്, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് എസ്സേ. ഫുൾ ഫോം പഠിച്ചു വെക്കുക. ELISA ടെസ്റ്റ് പറഞ്ഞാൽ എന്താ, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് എസ്സേ. അതായത് എൻസൈം വെച്ചിട്ട് അവിടെ നമ്മൾ പറഞ്ഞില്ലേ അഗ്ലൂട്ടിനേഷൻ പ്രോസസ്, അങ്ങനെ ലിങ്ക് ആവണമെന്ന് നോക്കി നോക്കുക, അതൊരു ടെസ്റ്റാണ്. പിന്നെ ഒരു ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്, അതായത് പ്രോട്ടീൻ ടെസ്റ്റ് ആണ്. വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോട്ടീൻ ടെസ്റ്റ് ആണ്. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഏതാണോ മെറ്റീരിയൽ ഫോം ചെയ്ത് ആ മെറ്റീരിയലിനെ കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റിലൂടെയൊക്കെ നമുക്ക് എന്താ ഡിസീസിനെ ഒന്നും കൂടെ കൺഫേം ചെയ്യാൻ പറ്റും. അവിടെ ഉണ്ടായിരിക്കുന്നത് ഈ എയ്ഡ്സ് ഡിസീസ് തന്നെയാണോ അല്ലയോ എന്നുള്ളത് കുറച്ചും കൂടെ പോസിറ്റീവ് ടെസ്റ്റ് ആണ് അതിന് ഈ വെസ്റ്റേൺ ടെസ്റ്റ് എന്ന്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയണത്. നമുക്കറിയാം എയ്ഡ്സിനെ പ്രിവെന്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യേണ്ടത്, സംഘടനകൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ സംഘടനകൾ എങ്ങനെയായിരിക്കും പ്രിവെന്റ് ചെയ്യേണ്ടാവുക, സേഫ്റ്റി ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ഓർഗൻ ട്രാൻസ്ഫ്യൂഷൻ, പിന്നെ അതായത് യൂസ് ഓഫ് ഡിസ്പോസിബിൾ സിറിഞ്ച് നീഡിൽസ്, അതായത് അത് ആ ഈ നമ്മൾ കളയേണ്ട നീഡിൽ സിറിഞ്ചൊക്കെ വീണ്ടും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ റീച്ചൊക്കെ ചെയ്യുക അല്ലെ. പിന്നെ സേഫ് സെക്സിന് വേണ്ടിയിട്ട് കോണ്ടംസും അതൊക്കെ, പിന്നെ ഡ്രഗ് അബ്യൂസ് അത്, പിന്നെ എന്താ പറയുക അവയർനെസ് പ്രോഗ്രാംസ്. ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഗിവ് അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇപ്പൊ വേൾഡ് എയ്ഡ്സ് ഡേ എന്ന് പറയുന്നത് December 1 ആണ് കേട്ടോ. വേൾഡ് എയ്ഡ്സ് ഡേ എന്ന് പറയുന്നത് December 1. അപ്പൊ എയ്ഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് എന്ന് പറയുന്നത് എയ്ഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ ഇവിടെ നോക്കി നോക്ക്, ഈ RNA വൈറസ് എന്ന് പറഞ്ഞു, വൈറസ് പറഞ്ഞാൽ സ്വന്തമായിട്ട് എന്തില്ല എന്ന് പറഞ്ഞു, അവർക്ക് മെക്കാനിസം ഇല്ല. അപ്പൊ അവർ ഏത് ഹോസ്റ്റ് ഓർഗാനിസിന്റെ ബോഡിയിലാണ് എത്തുന്നത്, ആ ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ ബോഡിയുടെ മെക്കാനിസം അവർ ഏറ്റെടുക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും, റെപ്ലിക്കേഷൻ നടത്താൻ തുടങ്ങും. അങ്ങനെ റെപ്ലിക്കേഷൻ നടത്താൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ബി സെൽസും ടി സെൽസും ഒക്കെ, അതായത് നമ്മുടെ ലിംഫോസൈറ്റുകൾ അല്ലേ, ആ ലിംഫോസൈറ്റിന്റെ മുകളിൽ പോയിട്ട് ഇവരെന്ത് ചെയ്യും, ഈ ഹെൽപ്പർ ടി ലിംഫോസൈറ്റ്സ് ഇല്ലേ, ഹെൽപ്പറിന്റെ ഫംഗ്ഷൻ എന്താ, ബി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അവിടെയൊക്കെ പോയിട്ട് എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്തിരിക്കും. അങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പൊ പറ്റിയില്ലെങ്കിൽ സംഭവിക്കുക, നമ്മുടെ ബോഡി എപ്പോഴും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസിനെ എപ്പോഴും എന്താ സ്വീകരിച്ചുകൊണ്ടേയിരിക്കും, പലതരത്തിലുള്ള അസുഖങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതായത് ഈ വൈറസുകൾ നേരെ പോയിട്ട് ആക്രമിക്കുന്നത് എവിടെയാണ്, നമ്മളുടെ വൈറസ് ഫാക്ടറായിട്ട് മാറുന്നത് മാക്രോഫേജും അത് തന്നെ നമ്മുടെ ലിംഫോസൈറ്റ്സുകളാണ് അല്ലെ. നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാ, ലിംഫോസൈറ്റ്സ് മാക്രോഫേജ് ഒക്കെ അല്ലേ. അവിടെ പോയി ആക്രമിക്കുകയാണ്. അപ്പൊ എന്തുണ്ടാവും, അവിടെ ഒരുപാട് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആന്റിബോഡീസ് ഒന്നും ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മുടെ ബോഡി എന്ത് ചെയ്യും, പല ഡിസീസ് വരും. അതുപോലെ തന്നെ നമ്മുടെ ബോഡി എന്ത് ചെയ്യും, വീക്ക് ആവാനായിട്ട് തുടങ്ങും. ക്ലിയർ. അടുത്തെന്ന് പറയുന്നത് ക്യാൻസർ ആണ്. ഓക്കെ, ക്യാൻസർ എന്ന് എന്താ, അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽസ് എന്ന് പറയുന്നതാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽസ് ആണ് ക്യാൻസർ എന്ന് പറയുന്നത്. അത് എന്ത് കാരണമാകും, മിക്കപ്പോഴും ഫേറ്റൽ, അതായത് നമുക്ക് മരണ കാരണമാകാവുന്ന ഒരു ഡിസീസ് കൂടിയാണ് എന്ന് പറയുന്നത് ക്യാൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ട്യൂമറും ക്യാൻസറും ഡിഫറൻസ് എന്താ, ചെറിയൊരു ഔട്ട് ഗ്രോത്ത് ആണുള്ളെങ്കിൽ അതെന്താണ്, ട്യൂമർ. നമ്മുടെ മുഖത്തോ അല്ലെങ്കിൽ കയ്യിലൊക്കെ ചിലപ്പോൾ ഒരു പാലുണ്ണി അല്ലെങ്കിൽ അരിമ്പാറ പോലെ വരില്ലേ, അതെന്താണ്, അതൊരു ട്യൂമറാണ്. അത് പേടിക്കാനുള്ള എനിക്ക് വലിയ അസുഖം എന്ന് പറയുന്ന ട്യൂമറല്ല. അതെന്താണ്, അതൊരു ബിനൈൻ ട്യൂമറാണ്. അതായത് അത് അവിടെ തന്നിട്ട് അത് എന്ത് ചെയ്യുന്നു, സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് അവിടെ നിൽക്കുമ്പോൾ പൊട്ടിച്ചാൽ അതിന്റെ പശ വരിക അങ്ങനെയൊക്കെ പറയുന്നതല്ലേ. അപ്പൊ അതെന്താണ്, അതൊരു ഫംഗലിന്റെ അറ്റാക്ക് മൂലം ആ പോർഷനിൽ ഇങ്ങനെ ഒരു എന്താ കൂടി വരിക. പക്ഷെ മാലിഗ്നന്റ് ട്യൂമർ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് സ്പ്രെഡ് ചെയ്യുന്ന ട്യൂമറുകളാണ് എന്ത് പറയുന്നത്, മാലിഗ്നന്റ് ട്യൂമർ എന്ന് പറയുന്നത്. ബിനൈൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഡു നോട്ട് സ്പ്രെഡ്, അതായത് ആ ഫോമിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നില്ല, പാലുണ്യം ഇതൊന്നും ട്യൂമറൊന്നല്ല ഞാൻ പറയണേ, അതുപോലെ ഇതിലും ചെറിയ പ്രൊജക്ഷൻ പോലെ വരിക. അപ്പൊ എന്ത് സ്പ്രെഡ് ചെയ്യാത്ത സാധനങ്ങളാണ് എന്ത് പറയുന്നത്, ബിനൈൻ ട്യൂമർ എന്ന് പറയുന്നത്. മാലിഗ്നന്റ് ട്യൂമർ എന്ന് പറഞ്ഞാൽ എന്താ, സ്പ്രെഡ് ഫ്രം 1%, അതായത് ആ 1 ഓർഗൻ ടു അനദർ ഓർഗനിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലുള്ള ട്യൂമറാണ് എന്ത് പറയുന്നത്, മാലിഗ്നന്റ് ട്യൂമർ എന്ന് പറയുന്നത്. അപ്പൊ മാലിഗ്നന്റ് ട്യൂമർ സ്റ്റേജ് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായി, ക്യാൻസറസ് ആയിട്ട് മാറി. ഓക്കെ, അത് എന്ത് സ്റ്റേജിലേക്ക് എത്തുമോ അത് ക്യാൻസറസ്. ഓക്കെ, ഇനി ചില മ്യൂട്ടേഷനിലൂടെ നമുക്ക് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ ബോഡിയിൽ ഓങ്കോജീൻസ് ഉണ്ട്. ഓങ്കോജീൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ കോസിംഗ് ജീൻസ് ആണ് ഓങ്കോജീൻസ് എന്ന് പറയുന്നത്. അതിനെന്തെങ്കിലും മ്യൂട്ടേഷൻസ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനുള്ള ചാൻസ് ഉണ്ട്, ഇങ്ങനെ ക്യാൻസർ ഫോം ചെയ്യാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഇനി ടൈപ്പ് ഓഫ് ക്യാൻസർ 5 തരത്തിലാണത്. കാർസിനോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എപ്പിത്തീരിയൽ സെൽസുകളില്ലേ അതിനെ ബാധിക്കുന്ന ക്യാൻസർ ആണ് കാർസിനോമ എന്ന് പറയുന്നത്. സാർക്കോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കണക്റ്റീവ് ടിഷ്യൂ, നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് പഠിച്ചതാണ് അല്ലെ. അപ്പൊ കാർസിനോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ, സാർക്കോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂ, ഇനി മെലാനോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെലാനോസൈറ്റ്സ്, അത് നമ്മുടെ സ്കിൻ പിഗ്മെന്റ്സിന്. ഓക്കെ, ലുക്കീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ആണ്. ലിംഫോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിനെയാണ്. അപ്പോൾ ഏത് തരം ക്യാൻസർ ആയാലും അതിന് ഈ 5 ക്ലാസിഫിക്കേഷനിൽ പെടുന്നതാണ് എന്ത്, ക്യാൻസർ എന്ന് പറയുന്നത്. കാർസിനോമ, സാർക്കോമ, മെലാനോമ, ലുക്കീമിയ ആൻഡ് ലിംഫോമ. ഈ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ബയോപ്സി ഉണ്ട്, റേഡിയോഗ്രഫി ചെയ്യാം. ബയോപ്സി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രശ്നം നമ്മൾ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാന്ന് കേട്ടിട്ടുണ്ടാവും ഇല്ലേ, അതാണ് ബയോപ്സി എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ ഉണ്ട്, ബയോപ്സി ഉണ്ട്. ബയോപ്സി എന്ന ഹിസ്റ്റോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയാം കേട്ടോ. ബയോപ്സി ഉണ്ട്, റേഡിയോഗ്രഫി, നമ്മുടെ CT സ്കാൻ ചെയ്യാം. MRI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലുള്ള ഓർഗൻസിനെ ഒന്നും കൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനുള്ള ഒരു ഓപ്ഷനാണ് എന്ന് പറയുന്നത് MRI എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല നമ്മളുടെ ആന്റിബോഡീസ്, ക്യാൻസർ സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിബോഡീസ് ബേസ് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ എന്താ പറയാ, അതായത് ക്യാൻസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ആന്റിജൻസ് ഉണ്ടായല്ലോ, ആ ആന്റിജൻസിനോട് സിമിലർ ആയിട്ടുള്ള ആന്റിബോഡീസ് നമ്മൾ ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത നമുക്ക് ട്രീറ്റ്മെന്റ് ആണ്. നമുക്കിപ്പോൾ റിമൂവ് ചെയ്യാൻ പറ്റുന്ന പോർഷനിലാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കൈ മുറിച്ചു, കാല് മുറിച്ചു, അല്ലെങ്കിൽ ഓവറിയുടെ ആ യൂട്രസ് റിമൂവ് ചെയ്തു എന്നൊക്കെ. നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന പോർഷനിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അത് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കൊന്നാണ് റേഡിയേഷൻ തെറാപ്പി എന്ന് പറയുന്നത്, അത് കീമോ കൊടുക്കുന്നത്, കരിയിച്ച് കളയാന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ, കീമോ തെറാപ്പി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റേഡിയേഷൻ തെറാപ്പി. പിന്നെ ഇമ്മ്യൂൺ തെറാപ്പി, നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റം ഒന്നുകൂടെ സ്ട്രോങ് ആക്കി വേണ്ടിയിട്ട് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും അല്ലെ, അതാണ് ഇമ്മ്യൂൺ തെറാപ്പി എന്ന് പറയുന്നത്. പിന്നെ ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അതായത് നമ്മൾ ഇന്റർഫെറോൺസ് എന്താ നമ്മൾ പറഞ്ഞ ആന്റിജൻ, അതായത് ആന്റി വൈറൽ ആയിട്ടുള്ള മെറ്റീരിയലാണ് എന്ന് പറയുന്നത് ഇന്റർഫെറോൺ എന്ന് പറയുന്നത്. അതുപോലത്തെ മെറ്റീരിയൽ നമ്മൾ ആന്റിജൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് കുറെ ഇന്റർഫെറോൺസ് നമ്മുടെ ബോഡിയിൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ട് ഇൻജെക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കുറെ ക്യാൻസർ സെൽസിനൊക്കെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ വേൾഡ് ക്യാൻസർ ഡേ എന്ന് പറയുന്നത് November 7 ആണ്. വേൾഡ് എയ്ഡ്സ് ഡേ എന്നായിരുന്നു December 1 ആയിരുന്നു. വേൾഡ് ക്യാൻസർ ഡേ എന്ന് പറയുന്നത് November 7 ആണ്. ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്യൂമർ 2 തരത്തിലുണ്ട്. ബിനൈൻ ട്യൂമറും മാലിഗ്നന്റ് ട്യൂമറാണ്. ബിനൈൻ ട്യൂമർ എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സ്പോട്ടിൽ വരിക, അത് അവിടെ നിന്ന് സ്പ്രെഡ് ചെയ്യണമെന്നില്ല. ഓക്കെ, ഇനിയിപ്പോ മിസ് പറഞ്ഞു കരിമ്പാറ വാലുണ്ണി എന്ന് പറഞ്ഞു നിൽക്കല്ലേ, അത് അതുപോലെ ജസ്റ്റ് വരിക, പക്ഷെ എന്ത് ചെയ്യില്ല, സ്പ്രെഡ് ചെയ്യുന്നില്ല എന്ന്. ഓക്കെ, അതന്നെ ബിനൈൻ ട്യൂമർ എന്ന് പറയുന്നത്. മാലിഗ്നന്റ് ട്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് സ്പ്രെഡ് ചെയ്യുന്നതാണ്. എന്ത് മാലിഗ്നന്റ് ട്യൂമർ എന്ന് പറയുന്നത്. കോസ് ഓഫ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ക്യാൻസർ ഉണ്ടാവാനുള്ള കേസ് എന്തൊക്കെയായിരിക്കും, ചിലവർക്ക് നമ്മൾ പറഞ്ഞില്ല മ്യൂട്ടേജൻസ്, അതായത് കെമിക്കലായിട്ടുള്ള ചില കെമിക്കൽസ് കൊണ്ട് നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലെ ജീനുകളെ ചേഞ്ച് വരാം. അതാണ് കെമിക്കൽ എന്ന് പറയുന്നത്, മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയാ, നമ്മളുടെ ഓങ്കോജനിക് ആയിട്ടുള്ള വൈറസിന്റെ അറ്റാക്ക് ഉണ്ടാകുമ്പോഴും ഓങ്കോജനിക് വൈറസ് കേട്ടോ, ആ വൈറസ് വരുമ്പോഴും നമ്മുടെ എന്തുണ്ടാവാം, ഈ ക്യാൻസറുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ പറയുന്നത് നമ്മളുടെ നോർമൽ സെൽസിനെ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, അൺകൺട്രോൾഡ് ഡിവിഷൻസ് അല്ലേ. അപ്പോൾ അങ്ങനെ ഡിവിഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താവാം, ക്യാൻസർ സെൽസ് ആയിട്ട് നമ്മുടെ ബോഡി മാറാം. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ക്യാൻസർ. ഇനി എന്താ, നമ്മൾ ഈ +2 അല്ലെങ്കിൽ നമ്മുടെ ഈ അഡോളസെന്റ് ഏജിൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പോർഷനാണ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ NCERT സിലബസിൽ ഇത് ഇങ്ങനെ ഒരു ചാപ്റ്റർ ഉൾപ്പെടുത്താനുള്ള കാരണം എന്താ, നമ്മൾ പിയർ ഗ്രൂപ്പിന്റെ കംപ്രഷനോ അല്ലെങ്കിൽ ആ ഒരു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഷറോ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും, ഇതുപോലെയുള്ള ഈ ഡ്രഗ്സ് ആൽക്കഹോൾ അതിനോടൊക്കെയുള്ള ടെൻഡൻസി എന്ന് പറയുന്നത് കൂടി വരും അല്ലെ. അപ്പോൾ അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ള പ്രോപ്പർ മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്, എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ഗൈഡൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ഈ ഹയർ സെക്കൻഡറി തലത്തിൽ ഉൾപ്പെടുത്തുന്നത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഒഫിയോഡ്സ് എന്ന് പറയുന്നത്, അതായത് ഈ കോമൺ ആയിട്ട് കാണുന്ന ഡ്രഗ്സ് ഇല്ലേ, അത് 3 തരത്തിലുണ്ട്. ഒഫിയോഡ്സ് ഉണ്ട്, കനാബിനോയിഡ്സ് ഉണ്ട്, കൊക്കെയിൻ ഉണ്ട്. അതിലെ ഒഫിയോഡ്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വേഗം ബാധിക്കുന്നത് നമ്മൾ CNS എന്ന് പറഞ്ഞാൽ എന്താ, സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലേ, അതിനെയാണ് ഏറ്റവും കൂടുതലായിട്ട് അത് ബാധിക്കും. ബാക്കിയുള്ള പോർഷനെ ബാധിക്കില്ല എന്നല്ല, പക്ഷെ ഏറ്റവും കൂടുതൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ അത് ബാധിക്കും. പിന്നെ നമ്മളുടെ അതായത് ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ ട്രാക്ട്, ഐ ലൈക്ക് ദാറ്റ്. അങ്ങനെ പിന്നെ ബാക്കി എന്തൊക്കെ വരിക വെച്ചാൽ, അതായത് ബ്രെയിന്, സ്പൈനൽ കോഡ്, ബാക്കിയുള്ള ഓട്ടോണമസ് നെർവസ് സിസ്റ്റം, പെരിഫറൽ സിസ്റ്റം അങ്ങനെയൊക്കെ ബാധിച്ചു നോക്കിയാൽ പിന്നെ എല്ലാ പോർഷൻസും എന്തായി കഴിഞ്ഞു, ബാധിച്ചു പോലെ അവസ്ഥയാണ് അല്ലേ. അപ്പൊ ഈ ഒഫിയോഡ്സിന് ഒരു എക്സാമ്പിൾ ആണ് ഹെറോയിൻ എന്ന് പറയുന്നത്. ഹെറോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഫംഗ്ഷൻസിനെ അതായത് സ്ലോ ഡൗൺ ആക്കുക. ഡിപ്രഷന് കാരണമാകുന്ന ഒരു ഡ്രഗാണ് എന്ത്, ഹെറോയിൻ എന്ന് പറയുന്നത്. ഹെറോയിൻ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദ അസറ്റൈലേഷൻ ഓഫ് മോർഫിൻ. മോർഫിന്റെ അസറ്റൈലേഷനിൽ മൂലമാണ് എന്തുണ്ടാവുക, ഹെറോയിൻ ഫോം ചെയ്യുന്നത്. പക്ഷെ ഈ മോർഫിൻ ഉണ്ടാവുന്ന എവിടുന്ന, അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാറുണ്ടെന്ന് അറിയില്ല. പോപ്പി പ്ലാന്റ് അല്ലെങ്കിൽ പെപ്പാവർ സോംനിഫെറം. ഇപ്പോൾ പോപ്പി പ്ലാന്റ് അല്ലെങ്കിൽ പെപ്പാവർ സോംനിഫെറത്തിന്റെ എക്സ്ട്രാക്ട് എന്നാണ് മോർഫിൻ എന്നാണ് എന്തെടുക്കുന്നത്, ഹെറോയിൻ എന്ന് പറയുന്നത്. ഈ ഹെറോയിൻ എന്ന് പറയുന്ന വേറൊരു അതിന്റെ ഒരു കോമൺലി യൂസ്ഡ് വാക്കാണ് സ്മാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹെറോയിൻ എന്ന് പറയുന്നത് ഏതൊരു ഗ്രൂപ്പിൽ പെടുന്നതാണ്, ഒഫിയോഡ്സിലാണ്. അത് സെൻട്രൽ നെർവസിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുക. പിന്നെ ബാക്കിയുള്ള എല്ലാ നെർവസിനെ ബാധിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ അതുകൊണ്ട് CNS ഇമ്പോർട്ടൻ്റ് ആയി കാണാൻ വേണ്ടിയാണ് അവിടെ CNS എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത എന്താണ് കനാബിനോയിഡ്സ് എന്ന് പറയുന്നത്. കനാബിനോയിഡ്സ് എന്ന് പറയണമെങ്കിൽ നമുക്കറിയാം കഞ്ചാവ് എന്ന് പറയുന്നത്. ഓക്കെ, കനാബിസ് സെറ്റൈവ എന്ന് പറഞ്ഞ പ്ലാന്റിൽ നിന്നാണ് കനാബിനോയിഡ്സ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. കനാബിസ് സെറ്റൈവ എന്ന് പറഞ്ഞ പ്ലാന്റിൽ നിന്ന്. ഇത് നേരെ പോണത് എവിടേക്കാണ്, നമ്മുടെ ബ്രെയിനിലേക്കാണ് അല്ലെ. അവിടെ അതിന്റെ സ്പെസിഫിക് ആയിട്ട് റിസപ്റ്റേഴ്സ് ഇരിക്കുന്നത് നമ്മളുടെ ബ്രെയിനിലാണ് ഇരിക്കുന്നത്. അപ്പൊ അവിടെ എന്തുണ്ടാവും, നമ്മളുടെ ബ്രെയിനിന്റെ വർക്കിംഗ് ഒക്കെ എന്താവും, താളം തെറ്റിക്കും അല്ലെ. അപ്പൊ ഇതിൽ നിന്നാണ്, ഈ കനാബിസ് പ്ലാന്റിൽ നിന്നാണ് നമ്മളെ മരിജുവാന, ഹാഷിഷ്, ചാര, ഗഞ്ച, അതൊക്കെ അതിന്റെ ഡ്രൈഡ് ലീവ്സോ ഫ്ലവേഴ്സോ ഒക്കെ ആയിരിക്കും എന്ത്, ഈ കനാബിനോയിഡ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവുക. അടുത്തെന്ന് പറയുന്നത് കൊക്കെയിൻ ആണ്. കൊക്കെയിൻ എന്ന് പറയുന്നതിന്റെ വേറൊരു പേരാണ് കോക്ക് അല്ലെങ്കിൽ ക്രാക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ അതായത് നമ്മളെ ഡോപ്പമൈൻ ഇല്ലേ, ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡോപ്പമൈൻ എന്ന് പറയുന്നത്. ആ ഡോപ്പമൈനിലേക്ക് നേരെ എത്തുക, എന്നിട്ട് അവിടെ ഡോപ്പമൈനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്ന ഒരു ഡ്രഗാണ് എന്ത്, കൊക്കൈൻ എന്ന് പറയുന്നത്. അതിന്റെ എക്സസീവ് ഡോസേജ് കൂടിക്കഴിഞ്ഞാൽ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഇവിടെയുള്ള ഈ ലോകം വിട്ടുപോയ അവസ്ഥ, നമ്മളിവിടെ ഉണ്ട് പക്ഷെ നമ്മളിവിടെ അല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുക. ഈ കൊക്കൈൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് എറിത്രോസൈലം കൊക്കയിൽ നിന്നാണ്. എന്ത്, കൊക്കൈൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ഇതിൽ നിന്നാണ്, എറിത്രോസൈലം കൊക്കയിൽ നിന്ന്. ഓക്കെ,
ക്ലിയർ ആണോ? ഡ്രഗ്സ് ഒഫിയോയിഡ്സ്, കാനബിനോയിഡ്സ്, കൊക്കൈൻ 3 തരത്തിലുള്ള പറഞ്ഞു. ഇനി ചില ഡ്രഗ്സ്, അതായത് ബെൻസോ ഡൈസെപ്പൈൻസ്, ആംഫിറ്റമൈൻസ്, LSD എന്നൊക്കെ പറഞ്ഞ ഡ്രഗ്സ് ഒക്കെ നമ്മൾ ഈ ഹോസ്പിറ്റലുകളിൽ അനസ്തേഷ്യ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഓർമ്മക്ക് എടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ വേദനിച്ച് കിടക്കുന്ന ആളുകൾക്കൊക്കെ ഇല്ലേ, അത് അവർക്കൊക്കെ എന്ത് കൊടുക്കാറുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലെസ് എമൗണ്ടിൽ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, അബ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെന്റൽ ഇൽനെസ്സിനും അതുപോലെ തന്നെ ഇൻസോമിനിയയ്ക്കും കാരണമാകും. മോർഫിൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പെയിൻ കില്ലറായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സെഡേറ്റീവായിട്ട് ഉപയോഗിക്കുന്നതാണ് മോർഫിൻ എന്നൊക്കെ പറയുന്നത്. അടുത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോക്കിംഗ് നമുക്കറിയാം. ടുബാക്കോ പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് നിക്കോട്ടിന ടുബാക്കോ ആണ്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടുബാക്കോ അല്ലെങ്കിൽ നിക്കോട്ടിൻ എന്ന് പറയുന്നത് ടോക്സിക് ആണ് അല്ലെ. അത് നമ്മളുടെ ബ്ലഡ് പ്രഷർ കൂട്ടും, ഹാർട്ട് റേറ്റ് കൂട്ടും, അത് ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങൾക്കൊക്കെ അത് കാരണമാകാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇതുപോലെയുള്ള നമ്മളുടെ ബോഡിക്ക് ഹാംഫുൾ ആവുന്ന മെറ്റീരിയലിൽ നിന്നും എന്ത് ചെയ്യണം, നമ്മുടെ ബോഡീനെ എന്താ പറയുക വിട്ടു നിൽക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനത്തെ ഡിസീസുകളിലൊന്നും വരാതെ നമ്മുടെ ബോഡിയിൽ നിന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് അഡോളസൻസ് ആൻഡ് ഡ്രഗ് ഓർ ആൽക്കഹോൾ അബ്യൂസ്. അതെന്താ കൊടുത്തേക്കണേ, അതായത് അഡോളസൻസിന്റെ ആ ഒരു ഏജിൽ അവർക്ക് ഡ്രഗ്, ആൽക്കഹോൾ അബ്യൂസ് അതിനൊക്കെയുള്ള ചാൻസുകൾ എന്ന് പറയുന്നത് കൂടുതലാണ്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റീസൺസ് ഫോർ ടേക്കിംഗ് ഡ്രഗ്സ് നമുക്കറിയാം. ക്യൂരിയോസിറ്റി, അതെന്താണെന്ന് അറിയാൻ ആഗ്രഹം, ഒരു അഡ്വഞ്ചർ ആയിട്ട്, അതല്ലെങ്കിൽ ഒരു ബെറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യില്ലേ, അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പിന്റെ പ്രഷർ കൊണ്ട്, അതൊക്കെ അവർക്ക് ചാൻസ് കൂടുതലാണ്. പിന്നെ എന്ന് പറയണമെങ്കിൽ അത് കഴിച്ചാൽ അങ്ങനെയാവും ഇങ്ങനെയാവും, ഒരു ഉത്തേജകം വരുന്നൊക്കെ പറയില്ലേ, കുറച്ച് ഉത്തേജകങ്ങൾ തരുന്നതും കൂടെയാണ്. പിന്നെ നമ്മൾ പെട്ടെന്ന് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വിഡ്രോവൽ സിൻഡ്രോം നമ്മുടെ ബോഡി കാണിക്കും. അഡിക്ഷൻ, ഡിപ്പെൻഡൻസ്, നമ്മുടെ കിട്ടാണ്ടാവുമ്പോൾ വരുന്ന സ്വഭാവം, വരുമ്പോൾ ആണ് അഡിക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. നമുക്കത് വേണം എന്ന് തൊഴുതുകൊണ്ടിരിക്കുക, അതാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അതിനൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് അഡിക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. പിന്നെ അത് കിട്ടാണ്ടാവുമ്പോൾ നമ്മുടെ ബോഡിയിൽ കുറേ നമ്മുടെ വിഡ്രോവൽ സിൻഡ്രോംസ് കാണിക്കും. ഈവൻ ഡെത്തിന് വരെ, അല്ലെങ്കിൽ സൂയിസൈഡ് അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് വരെ എന്തിനു കാരണമാകാം, ഈ ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ ആൽക്കഹോൾ അബ്യൂസും കാരണമാവാം. ഇനി അപ്പോൾ അതിന്റെ ഇഫക്ട്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഒരു വിഡ്രോവൽ, നമ്മുടെ ഫാമിലിയിൽ നിന്നും അതുപോലെ തന്നെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക, ഒറ്റയ്ക്ക് എപ്പോഴും പോയിരിക്കുക, ഡിപ്രഷൻ, ഫട്ടിഗ് ആവുക, അഗ്രസീവ് ബിഹേവിയർ, ദേഷ്യം വരിക, പിന്നെന്താ നമ്മളുടെ വെയിറ്റിലും അതുപോലെ വിശപ്പിലൊക്കെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുക, പിന്നെ ഒരു പേഴ്സണൽ ഹൈജീനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, കുളിക്കുന്ന നനയ്ക്കൊന്നും ഇല്ലാത്തൊരവസ്ഥ തന്നെ. പിന്നെ എന്താ പറയുക, സ്റ്റീലിംഗ് ഹാബിറ്റ്, അതായത് ഇതിനുള്ള പൈസ കിട്ടാതായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മോഷ്ടിക്കാനുള്ള ടെൻഡൻസി കൂടി വരിക. അപ്പോൾ നമുക്കിതൊക്കെ ഇതിനൊക്കെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇതിനൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക, പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാം, ഗൈഡൻസ് കൊടുക്കാം. അതുകൊണ്ടാണ് ഹയർ സെക്കൻഡറി ലെവലിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഇങ്ങനെ ഒരു ചാപ്റ്റർ ഉപയോഗിക്കുന്നത് അല്ലെ. അങ്ങനെ നമുക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാം, കൗൺസിലിംഗ് കൊടുക്കാം, ഫാമിലിയും അതുതന്നെ ഫ്രണ്ട്സിനെയും നല്ല സപ്പോർട്ട് ഉണ്ടാവുക, പാരന്റ്സും ടീച്ചേഴ്സും ഒക്കെ കുട്ടികളുടെ ബിഹേവിയർ ചേഞ്ചസ് കാണുകയാണെങ്കിൽ അവരെ എന്ത് ചെയ്യുക, നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ അത്രയും കേസുകളാണെങ്കിൽ നമുക്ക് എന്താ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊണ്ടോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് കൊണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരിൽ നിന്ന് തിരിച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, സോ ദീസ് ഈസ് അബൌട്ട് ദ ചാപ്റ്റർ ഹെൽത്ത് ആൻഡ് ഡിസീസസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുക, നമ്മുടെ നല്ലൊരു ഹെൽത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ദുശീലങ്ങളൊക്കെ ഒഴിവാക്കി നല്ലൊരു ഹെൽത്ത് കൊണ്ടുവരിക. അപ്പം നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതുപോലെ ചെയ്ത് ഒരു പ്രോപ്പർ ഹെൽത്ത് അല്ലെങ്കിൽ ഗുഡ് ഹെൽത്തിലേക്ക് എത്തിക്കുക. സോ ഹിയർ അപ്പ് ഐ വൈൻഡിങ് മൈ സെക്ഷൻ അല്ലെങ്കിൽ വൈൻഡിങ് മൈ ചാപ്റ്റർ. ഓക്കെ, സോ താങ്ക് യു.